എന്താ നീ സിഗരറ്റ് വലിയൊന്നും ഇല്ലാത്തതാണല്ലേ, പിന്നെന്താ സിഗരറ്റ് വലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത്? മനസ്സിനൊരു വിഭ്രാന്തി പോലെ. എന്തോ വിഭ്രാന്തി? ഞാൻ പറയുന്നത് ഞാനിപ്പോൾ പറ, കാര്യം പറ. എന്താ എന്നോട് നീ പറ. എന്നോട് വിളിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നീ എന്നോട് പറ കാര്യം. നീ ഇങ്ങനെ സിഗരറ്റ് വലിക്കത്തൊന്നുമില്ല, വളരെ സൈലൻ്റ് ആയിട്ടൊക്കെ നടന്ന പയ്യനാണല്ലോ. ഇപ്പം എന്തോ വലിയ ചിന്ത, ഭയങ്കര ചിന്തയും കാര്യങ്ങളും, സിഗരറ്റ് വലി. എന്താ നിന്റെ ദുഃഖം പറ. അത് പിന്നെ ഇന്നലെ ഓട്ടത്തിന് പോയില്ലേ? പോയാ? ഞാൻ ഒരു ഓട്ടോക്കാരൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞതാണ്. അപ്പോൾ നമ്മളതനുസരിച്ച് വേണ്ടേ ജീവിക്കാൻ. പിന്നെ ഓട്ടം ഓടിയില്ലേ? ഇന്നലെ ഓട്ടത്തിന് പോയിട്ട് വന്ന് രാത്രി പോയി അങ്ങോട്ട് ഓട്ടം പോയി. രാത്രി ഇന്നലെ ഒരു കാങ്ങളൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്തോ എൻ്റെ പറയാൻ പറ്റുന്നില്ല എനിക്ക്. ഇന്നലെ പിന്നെ കാങ്ങളൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരാളെ കൊണ്ടുവിടാൻ വേണ്ടി പോയതായിരുന്നു. അപ്പം തിരിച്ച് പിന്നെ കല്യാണിക്ക് ഭാഗത്തെപ്പോഴത്തേക്ക് ഒരാൾ വണ്ടിക്കകത്ത് കൈ കാണിച്ച് കയറി. അയാൾ പറഞ്ഞ് കൊല്ലത്തുനിന്ന് വരുക, വണ്ടി ലിഫ്റ്റ് അടിച്ച് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് ആറാട്ടൂടെ ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ AKG എത്തിയപ്പോഴത്തേക്ക് അയാളെ കാണുന്നില്ല. സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണ്, അയാളെ കാണുന്നില്ല. അങ്ങനെ ഞാൻ ആകെ ഭയപ്പെട്ടു പോയാണ്. എന്താണെന്ന് എനിക്ക് പിടിയില്ല. എടാ, ഇതൊക്കെ അന്ധവിശ്വാസം. ഇതൊക്കെ നീ എന്തിനാ പേടിക്കുന്നു? ഇതൊക്കെ എന്ന് പറയാൻ ഇങ്ങനെയാണ്. നിനക്ക് തോന്നിയതാ വല്ലതുമായിരിക്കും. അന്ധവിശ്വാസം കൊണ്ട് ഇപ്പോഴും നടക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ. ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാൽ ഒരു ഓട്ടോക്കാരൻ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓട്ടോക്കാരൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ദുഃഖങ്ങളും ഉള്ളതാണ്. ഇപ്പോൾ രാത്രി ഒരു 2 മണിക്ക് ഒരു രോഗിയെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു, ആശുപത്രി കൊണ്ടുപോയി ആക്കിയിട്ട് വരുമ്പോഴത്തേക്ക് വേറൊരാൾ കയറുന്നു. ഇതൊക്കെ ഒരു തോന്നലായിരുന്നു. ഈ കാലഘട്ടത്തുണ്ട് ഈ പ്രേതങ്ങളൊക്കെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ടെൻഷനാണോ നിനക്കുള്ളത്? ഭയം ഉൾപ്പെട്ട് പോയി. അങ്ങനെ ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നീ എൻ്റെ മോന്. നിനക്ക് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഞാനുണ്ട്. മനസ്സിലായേ? നീ ഇങ്ങനെ പേടിക്കുക. നീ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കാത്ത ആളാണല്ലോ, പിന്നെന്തോ ഈ സിഗരറ്റ് വലിയൊക്കെ? അല്ല, ഞാൻ അറിയാൻ പറ്റിട്ട് നോക്കി. ഞാനിപ്പോൾ ഇവിടോട്ട് കിഴക്കോട്ട് വന്നതാണ് വണ്ടിയിൽ. അന്നേരം നീ ഒറ്റയ്ക്ക് ഇങ്ങനെ സിഗരറ്റ് വലിക്കുകയും വലിയ വിഷാദ മുഖമാണല്ലോ നിന്റെ നോക്കിയിട്ട് കാണുന്നത്. ഈ ഒരു പ്രശ്നമാണോ നിനക്കുള്ളത്? നമുക്കതിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കാം. എന്താണെന്ന് വെച്ചാൽ പരിഹരിക്കാം. നീ ഇങ്ങനെ അങ്ങോട്ട് പേടിച്ചാൽ സിഗരറ്റ് കാണാം. നമുക്ക് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പരിഹാരം കാണാം. അറിയാ ഹലോ, നാളത്തേക്കാണോ? ഇന്ന് രാത്രിയോ? ഞാനിപ്പോൾ രാത്രിയിലൊന്നും ഓട്ടം പോകത്തില്ലല്ലോ. നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പകലാണെങ്കിൽ വിളിക്കും, ഞാൻ പകല് വരാം. രാത്രിയിൽ ഓട്ടം പോകത്തില്ല, അതുകൊണ്ടാണ്. ശരി എന്നാൽ.